ഇന്നുണ്ടാക്കാൻ പോണത് വെള്ളയപ്പം ഇസ്റ്റു. വെള്ളയപ്പം റെഡിയായി. എന്ത് പറയുന്നു? കൊള്ളാം കൊള്ളാം. എരിവുണ്ടമ്മേ, മുളക് കൊള്ളാം. മുളക് നല്ല എരിവാ. ഇതെന്ത് മുളകായിരുന്നത്? ശൂന്യമുളകോ? ശൂന്യം നല്ല കേട്ടോ, നല്ല എരിവുണ്ട്. ശൂന്യമുളക് ഇപ്പൊ എരിവ് മാത്രമുള്ളൂ. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നൊരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയാണ് അമ്മയുടെ കുറച്ച് പാചകം. ഇന്ന് രാവിലെ വെള്ളയപ്പം ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ ഇന്ന് കൊടുത്തിടാൻ വേണ്ടി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ഒരു വീഡിയോ വന്നിട്ടാ. അപ്പം അതിലേക്ക് പോവാം. ഇന്നുണ്ടാക്കാൻ പോണത് വെള്ളയപ്പം ഇസ്റ്റു. അച്ഛനൊന്ന് പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അച്ഛനൊന്ന് പൊതിച്ചോറ് കൊടുത്തിടാൻ സെപ്പറേറ്റ്. അപ്പൊ ഇസ്റ്റുവിനുള്ളത് ഉരുളക്കിഴങ്ങ് 3 എണ്ണം, 3 ചെറിയ സവാള, അപ്പൊ പറ്റുമോ? ഇഞ്ചി, പച്ചമുളക്, ഒരു 4 ചെറിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നാടൻ മുളക് കേട്ടാ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, സവാള, ഉരുളക്കിഴങ്ങ്. ഒരു 3 ഉരുളക്കിഴങ്ങ്, 2 സവാള, ഇഞ്ചി ഇത്രയ്ക്കുള്ള ചെറിയ കഷ്ണം, ഒരു 3-4 പച്ചമുളക് കിട്ടും, പിന്നെ തരി വേപ്പലി. ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടി കുക്കറിലിടുക. എന്നിട്ട് 2 പാല്, ഒരു തേങ്ങ ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പാലെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം 2 പാലിൽ ഇത് വേവിക്കണം. എന്തിനാ 2 പാല് ഉപ്പിടുക. ഉപ്പ് കറക്റ്റ് ഇട്ടിട്ട് നോക്കട്ടാ. ഉണ്ടോ? കുറവാണ്. ഉപ്പ് പാകത്തിനിട്ട് ഇത് 2 വിസില് ഓഫ് ചെയ്യാം. ഇത് ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുള്ളത്. ഇന്ന് പൊതിച്ചോറ് ഗുണമാണ്. അപ്പം ചിക്കൻ വറുത്തതും പരിപ്പുലർത്തിയതും മാങ്ങ ചമ്മന്തിയാണ്. ഞാൻ കാണിച്ചു തരാം. അതിനിടയിൽ ഇത് എൻ്റെ ഹസ്ബൻഡ് പാട്ട് പാടും, ഒന്ന് കേൾക്കാം. പാട്ട് പാടും. തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു, തുമ്പിയും കൊമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനെ. ബാക്കി പോയി. ഇനി ബാക്കി കറി നിസ്സാരം. എത്ര വിസിൽ വേണം? 2 വിസിൽ. 2 നല്ല നൈസായിട്ട് പോവില്ലേ? എനിക്ക് നന്നായിട്ട് വേണം. വെള്ളപ്പണ്ടാക്കാം. അത് മാറ്റി വെച്ച് എവിടെ വെള്ളയപ്പത്തിൻ്റെ പരിപാടികളാണ്. കൂട്ടവിടെ ഇതല്ലേ
ഇന്നലെ രാത്രി അരച്ച മാവ്. അതിന് ഞാൻ വെള്ളയപ്പത്തിന് അരയ്ക്കുന്നത് ഇവിടെ 2-3 പേരുള്ളൂ. ഞാൻ 2 ഗ്ലാസ് അരി എടുക്കും. പിന്നെ ഒരു നാളികേരത്തിൻ്റെ വെള്ളം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കരിക്ക് എടുത്തു. അപ്പം അതിൻ്റെ വെള്ളവും പൾപ്പും എല്ലാം കൂടി ഈ അരി നന്നായി അരച്ചു. അതിന് ശേഷം അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കുറുക്കി കൂട്ടി. എന്നിട്ട് അതും അത് തണുത്തതിന് ശേഷം അത് ഇതിലൊഴിച്ച് അതും പഞ്ചസാര 2 സ്പൂൺ ചെറിയ സ്പൂൺ പഞ്ചസാര, ഒരു തരി ഉപ്പ്, പിന്നെ ഒരു നുള്ളി ഈസ്റ്റ്, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം കൂട്ടി വെച്ചിട്ട് രാവിലെ ഇങ്ങനെയായി. വെള്ളയപ്പം റെഡിയായി. അടുത്ത് ഉണ്ടാക്കാം. അടുത്ത വെള്ളയപ്പം കളറുള്ളതുണ്ടാക്കാം. കുറച്ചും കൂടി മൊരിയിക്കാം. ബ്രൗൺ ഷെയ്ഡ് വരണം. അത് ചിലവർക്ക് ബ്രൗൺ ആവണം, ചിലവർക്ക് ബ്രൗൺ ആവണം. ഇത് നല്ല സോഫ്റ്റ് ആണ്. അച്ഛനെ കൊണ്ട് റിവ്യൂ എടുപ്പിക്കുക കഴിച്ചിട്ട്. ആദ്യം പോണ കിട്ടുണ്ടായി ആദ്യം. അതെ, ആ കറി വിസിൽ കഴിഞ്ഞതേ വെന്ത് നന്നായി വന്നിട്ടുണ്ട്. നമ്മൾ 3 വിസിലടിച്ചു. 3 വിസിലടിച്ചു. അപ്പോഴെല്ലാം അത് നന്നായി വേവുള്ളൂ. അപ്പോൾ ഒന്നിങ്ങനെ വേണമെങ്കിൽ ഉടയ്ക്കാം. ഇതിൽ ക്യാരറ്റ് ഇടാട്ടാ. ക്യാരറ്റ് ഇടുന്നവരിട്ട് ക്യാരറ്റ് അതിലില്ല, അതുകൊണ്ട് ഞാൻ ഇടാൻ. ഇനി നന്നായി ഒന്ന് തിളച്ചോട്ടെ. വേപ്പിലിടണം. വേപ്പിലിടണം. രണ്ടാം പാൽ ഒഴിക്കുക. അല്ല, രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതാക്കി. ഇത് 1-ാം പാൽ. ഇനി കട്ടിപ്പാലായിരിക്കണ്ട. അതിനുശേഷം കുറച്ച് വേപ്പിലിടാം. ഇറക്കി വയ്ക്കാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ വെറുതെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കാൻ മറന്നുപോയി. അപ്പൊ ഇപ്പൊ തൽക്കാലം അത് കപ്പ് കൂടി വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. കോലം നോക്കി. പ്രശ്നം നോക്കട്ടെ. എന്ത് പറയുന്നു? ഇനി ഞാൻ കഴിക്കട്ടെ. ഞാൻ ഉണ്ടാക്കി പറഞ്ഞ അമ്മ എടുത്ത് കാക്കി കൊടുത്തു. ഇവിടെ കറി കഴിക്കും. മതി മതി മതി. മുളക് മാറ്റാം. ആ, കൊള്ളാം കൊള്ളാം. എരിവുണ്ടമ്മേ. മുളക് കൊള്ളാം. മുളക് നല്ല എരിവാ. ഇതെന്ത് മുളകായിരുന്നത്? ശൂന്യമുളകോ? ശൂന്യം നല്ല കേട്ടോ, നല്ല എരിവുണ്ട്. ശൂന്യമുളക് പേര് മാത്രമുള്ളൂ.
മാങ്ങ ചമ്മന്തി, ചമ്മന്തി, പരിപ്പ് കറി. മടക്കാം. സ്ഥലമുണ്ടോ മടക്കാതിന്? അപ്പൊ ഇതൊക്കെയായിരുന്നു രാവിലത്തെ പരിപാടി. ഇനി നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞില്ലേ? എന്നാ തിരക്കില്ല ഞാൻ. അയ്യോ നീ എന്ത് പണി? നിങ്ങളുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.